കൊല്ലം പുനലൂരിൽ കള്ളപ്പണവേട്ട നടന്നിട്ടുണ്ട്. ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച 35 ലക്ഷം രൂപയുമായി 2 തമിഴ്നാട് സ്വദേശികളാണ് പിടിയിലായത്. കടയനല്ലൂർ സ്വദേശി അബ്ദുൾ അസീസ്, ബാലാജി എന്നിവരാണ് പുനലൂർ റെയിൽവേ പോലീസിന്റെ പിടിയിലായത്. രേഖകളില്ലാതെ ട്രെയിനിൽ കടത്താൻ ശ്രമിക്കുന്നതിനിടെ 2 കോടിയിലേറെ രൂപയാണ് 2 മാസത്തിനിടെ പുനലൂർ റെയിൽവേ പോലീസ് പിടികൂടിയത്. സുജിത് സുരേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇന്ന് പുലർച്ചെ 5:30 പുനലൂർ റെയിൽവേ പോലീസും RPFും ചേർന്ന് പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ചെന്നൈ എഗ്മോർ ട്രെയിനിൽ നടത്തിയ പരിശോധനയിലാണ് 35 ലക്ഷം രൂപയോളം കണ്ടെടുത്തത്. 2 പേരാണ്, തമിഴ്നാട് സ്വദേശികളായ 2 പേരിൽ നിന്നാണ് പണം പിടിച്ചെടുത്തിട്ടുള്ളത്. ഒരാളുടെ കൈവശം 30 ലക്ഷവും മറ്റൊരാളുടെ കൈവശം 5 ലക്ഷവുമാണ് ഉണ്ടായിരുന്നത്. പുനലൂർ റെയിൽവേ പോലീസ് ട്രെയിനിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി ഇത്തരത്തിൽ കള്ളപ്പണവേട്ട നടത്തി വരികയായിരുന്നു. ഈ സാഹചര്യത്തിൽ ഇതിനിടയിലാണ് ഇന്നും പണം കണ്ടെത്തിയത്. ഏതാണ്ട് 30 ലക്ഷം രൂപയുമായി തമിഴ്നാട് കടയനല്ലൂർ സ്വദേശി അബ്ദുൾ അസീസും 5 ലക്ഷം രൂപയുമായി തമിഴ്നാട് സ്വദേശി ബാലാജിയുമാണ് പിടിയിലായിട്ടുള്ളത്. ഈ പണം പിടിച്ചെടുത്ത പണത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പുനലൂർ റെയിൽവേ SI ശ്രീകുമാർജിയുടെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ് നടന്നത്. ജനറൽ കമ്പാർട്ട്മെന്റിൽ ഈ പണം ഒരു ബെൽറ്റ് രൂപത്തിലാക്കി അരയിൽ ധരിച്ചിട്ടും ഒരു ബാഗിലുമായിട്ടാണ് ഈ പണം അബ്ദുൾ അസീസ് കൊണ്ടുവന്നത്. പുള്ളിയുടെ അടുത്ത് ഈ പണത്തെക്കുറിച്ച് സോഴ്സ് ചോദിച്ചപ്പോൾ ഒന്നും പറയാനില്ലായിരുന്നു. എവിടെയിട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട്. അത് പരസ്യമാക്കാൻ പറ്റാത്തതുകൊണ്ട്, കാര്യം അത് അന്വേഷണത്തെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് അത് പറയുന്നില്ല. നേരത്തെ വന്ന പണവും ഇതേ സോഴ്സിലേക്ക് തന്നെയാണോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്? നേരത്തെ വന്ന അല്ല, വ്യത്യസ്തമായ സോഴ്സിലേക്കാണ് പണം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് വ്യക്തമായിട്ട് ഇൻകം ടാക്സും കേന്ദ്ര ഏജൻസികളും അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് 35 ലക്ഷം രൂപയാണ് പുലർച്ചെ പിടിച്ചെടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ മറ്റു സ്റ്റേഷനുകളിലും പരിശോധന ശക്തമാക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് റെയിൽവേ പോലീസ് ഉള്ളത്. ഈ പിടിച്ച പ്രതികളെ ഇന്ന് തന്നെ മറ്റ് നടപടിക്രമങ്ങൾക്ക് വിധേയമാക്കുമെന്ന് പോലീസ് അറിയിക്കുകയാണ്.